ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9th യൂണിറ്റ് ആണ്. 9th യൂണിറ്റിൻ്റെ പേര് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ പണ്ടത്തെ ക്ലാസ്സിലൊക്കെ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റീസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻസും ലീനിയർ സൊല്യൂഷൻസും ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലാണ് നമ്മുടെ ഈ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പം കോമൺ ആയിട്ടൊരു ഫോം ഉണ്ട്, അതായത് ax² + bx + c = 0. അതിനകത്ത് a എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 എന്നൊരു കണ്ടീഷൻ കൂടെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിനാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ x² വരുന്നതായിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന കോഎഫിഷ്യന്റ് a എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 എന്നൊരു കണ്ടീഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ പറയും. ഓക്കെ, ദ കോഎഫിഷ്യന്റ് a ഈസ് ദ ഫസ്റ്റ് ഓർ ദ ലീഡിങ് കോഎഫിഷ്യന്റ് എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ ബിയും സിയും ആണ് പിന്നെ വരുന്ന കോഎഫിഷ്യൻസ്. അപ്പോൾ ബീനെ നമ്മൾ എന്തെന്ന് പറയും, സെക്കൻഡ് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ മിഡിൽ കോഎഫിഷ്യന്റ് എന്ന് പറയും. സീനെ നമ്മൾ കോൺസ്റ്റന്റ് ടേം എന്നാ പറയാം, അല്ലെങ്കിൽ തേർഡ് കോഎഫിഷ്യന്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ax² + bx + c എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ a എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് കോഎഫിഷ്യന്റ്, b എന്ന് പറയുന്നത് മിഡിൽ ആയിരിക്കാം അല്ലെങ്കിൽ സെക്കൻഡ് കോഎഫിഷ്യന്റ് ആയിരിക്കാം, c എന്ന് പറയുന്നത് അതിൻ്റെ തേർഡ് കോഎഫിഷ്യന്റ് ആയിരിക്കും. പിന്നെ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയുമ്പോൾ അതിനുള്ളിൽ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ax² എന്ന് എടുക്കുകയാണെങ്കിൽ x² കറസ്പോണ്ടിങ് ആയി വരുന്ന ടേം കോഎഫിഷ്യന്റ് ടേം ആണ് നമ്മുടെ a. ഈ a എന്ന് പറയുന്നത് എന്തായിരിക്കണം, നോട്ട് ഈക്വൽ ടു 0. അത് 0 ആവരുതെന്ന് പറയും. കാരണം ax²നുള്ളിൽ a 0 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ഉള്ളത്, 0 × x² എന്ന് പറഞ്ഞാൽ ആ ടേം 0 ആയിപ്പോൾ അതപ്പോൾ എന്താവും, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ പറയുന്ന കണ്ടീഷനാണ് ax² എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ the value of a should be not equal to 0. പിന്നെ നമ്മൾ കുറച്ച് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സാമ്പിൾസ് പറയാം. അതായത് 7x² + 2x + 5 = 0, അല്ലെങ്കിൽ 5/2x² + 1/2x + 1 = 0, x² - x = 0, അല്ലെങ്കിൽ x² + 1/2 = 0, √2x² + 7x = 0. ഇതൊക്കെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. പക്ഷേ ഏത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ പറയുവാണെങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദ കോൺസ്റ്റന്റ് ടേം, അതായത് ഫസ്റ്റ് കോഎഫിഷ്യന്റ് ടേം അല്ലെങ്കിൽ എന്റെ പൊസിഷനിൽ വരുന്ന ടേം, അതായത് x² കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോഎഫിഷ്യന്റ് ഒരിക്കലും എന്താവരുത്, 0 ആവരുത്. അത് 0 ആയി കഴിഞ്ഞാൽ x² എന്ന് പറയുന്ന ടേം എന്തായിപ്പോവും, 0 ആയിപ്പോവും. അപ്പോൾ ax² + bx + c = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ കൂടെ പറയുന്ന കണ്ടീഷനാണ് ax² എന്നതിൻ്റെ ഉള്ളിൽ കോഎഫിഷ്യന്റ് ഓഫ് x² അല്ലെങ്കിൽ ഫസ്റ്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി നമ്മൾ അതിന് കുറച്ച് എക്സാമ്പിൾസും പറഞ്ഞു, ജനറൽ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ പറയുന്നത് സംടൈംസ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ട്രാൻസ്ലേറ്റ് എ വേർഡ് പ്രോബ്ലം ഇൻ ദ ഫോം ഓഫ് എൻ ഇക്വേഷൻ. ചില സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വേർഡ് പ്രോബ്ലം തന്നാൽ അതിന് ഇക്വേഷൻ ആക്കി നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഏതൊക്കെ കേസിലാണെന്ന് വെക്കുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. അലോക് എന്ന് പറയുന്ന ഒരാൾ മാർക്കറ്റിൽ പോയി, അയാളുടെ കയ്യിൽ 30 രൂപയുണ്ട്, പെൻസിൽ മേടിക്കാനാണ് പോയത്. അപ്പോൾ ഒരു പെൻസിലിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2.60 റുപ്പീസ് ആണ്. അപ്പം ഈ എക്സ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് പെൻസിൽ അലോക് മേടിച്ച പെൻസിലുകളെ നമ്മൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ 2.60 എന്ന് പറയുന്നതാണ് ഒരു പെൻസിലിൻ്റെ പൈസ. അപ്പോൾ ഇൻറ്റു എക്സ് ചെയ്താൽ അയാൾ മേടിച്ച എക്സ് പെൻസിലുകളുടെ പൈസ നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്തു, 2.60 x എന്ന് കൊടുത്തു. ദിസ് എമൗണ്ട് കനോട്ട് ബി ഈക്വൽ ടു 30. ഈ പൈസ എന്ന് പറയുന്നത് 30 ആവണം എന്നില്ല, ചിലപ്പോൾ 30-നേക്കാൾ കൂടുതലാകാം അല്ലെങ്കിൽ കുറവായിരിക്കാം. അപ്പം എന്ത് പറയാം, എക്സ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറാണ്. ദസ് 2.60 × x < 30 എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? ഇതിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, അതായത് നമ്മൾ എല്ലാ കേസുകളിലും നമുക്ക് ഓരോ സിറ്റുവേഷൻസിനെ ഇക്വേഷൻസ് ആക്കാൻ പറ്റില്ല. അതായത് അലോക് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളുടെ 30 രൂപയുണ്ട്, അതുകൊണ്ട് അയാൾ മാർക്കറ്റിൽ പോയി, അയാൾ പോകുന്നുണ്ട് പെൻസിൽ മേടിക്കാനാണ്. അപ്പോൾ ഒരു പെൻസിലിന് 2.6 രൂപയാണ്. അപ്പോൾ അയാൾ എക്സ് പെൻസിലുകൾ മേടിച്ചു. 30 രൂപ കയ്യിലുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും, 30 രൂപേനൊക്കെ കുറവ് താഴെ വരുന്ന രീതിയിൽ സാധനം മേടിക്കത്തുള്ളൂ. പക്ഷേ അതിന് നമുക്ക് എന്താ, ഒരു പെർഫെക്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് അറിയാത്തതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, 2.60 x < 30 എന്ന് പറഞ്ഞു. ക്ലിയർ? നെക്സ്റ്റ്, ലെറ്റ് us consider one more situation where a person wants to buy a chair and a table with ₹50,000. 50,000 രൂപയ്ക്ക് ഒരാൾക്ക് ഒരു ചെയറും ടേബിളും മേടിക്കണം. ഈ ടേബിളിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 550
550 രൂപയാണ്. ഒരു ചെയറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 450 റുപ്പീസുമാണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് അയാൾ മേടിച്ച എത്ര ചെയേഴ്സ് ഉണ്ടെന്നുള്ളതും y എന്ന് പറയുന്നത് അയാൾ മേടിച്ച നമ്പർ ഓഫ് ടേബിൾസിനാണെന്ന് എഴുതുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പം 550x പ്ലസ് 450y എന്നായിരിക്കും അല്ലേ. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ കയ്യിലുള്ള പൈസേനേക്കാളും കുറവായിരിക്കും. നമ്മൾ മേടിക്കാൻ കടയിൽ പോകുമ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ 30 രൂപ എൻ്റെ കയ്യിലുള്ളൂ, പക്ഷേ 35 രൂപേൻ്റെ സാധനം മേടിക്കുമോ? ഇല്ല. നമ്മൾ എപ്പോഴും എന്തായിരിക്കും കയ്യിൽ എത്ര രൂപയുണ്ടോ അതിനേക്കാൾ കുറഞ്ഞ റേറ്റിലുള്ള സാധനങ്ങളെ നമ്മൾ മേടിക്കുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എടുത്താം? 550x പ്ലസ് 450y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50,000 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ പറയാം? 11x പ്ലസ് 9y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1000 എന്ന് പറയാം. അതാണ് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കേസുകൾ നമ്മൾ പറഞ്ഞു. ഒന്ന് നമ്മൾ പറഞ്ഞു അലോക് എന്ന് പറയുന്ന ഒരാൾ മാർക്കറ്റിലേക്ക് 30 രൂപ കൊണ്ട് പോയിട്ട് പേന മേടിച്ച കഥ. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ സിറ്റുവേഷനിൽ ഒരാൾ ടേബിളും ചെയറും മേടിക്കാൻ വേണ്ടി 50,000 രൂപ കൊണ്ട് പോയി. അപ്പോൾ അവിടെ ഒരു ടേബിളിന് 450 രൂപയും ചെയറിന് 450 റുപ്പീസും ആയിരുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? 550x പ്ലസ് 450y എന്നുള്ള രീതിയിൽ ടേബിളും ചെയറും മേടിച്ചു. ആ പൈസ എന്ന് പറയുന്നത് അയാളുടെ കയ്യിലുള്ള പൈസേനേക്കാളും കുറവാണ്. അങ്ങനെ രണ്ട് സിറ്റുവേഷൻസാണ് നമ്മൾ പറഞ്ഞത്. ഈ രണ്ട് സിറ്റുവേഷൻസിലും നമ്മൾ ലെസ് ദാൻ എന്ന് പറയുന്ന ഒരു ഇൻഇക്വാളിറ്റിയാണ് ഉപയോഗിച്ചത് അല്ലേ. ഒന്ന് നോക്കി നോക്കൂ. 11x പ്ലസ് 9y ലെസ് ദാൻ 1000 എന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ കേസിൽ നമ്മൾ 2.6x ലെസ് ദാൻ 30 എന്ന് പറഞ്ഞു. സച്ച് സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ലെസൺ വി വിൽ ഡിസ്കസ് ലീനിയർ ഇക്വാലിറ്റി ആൻഡ് ദെയർ സൊല്യൂഷൻസ്. ഇൻഇക്വാലിറ്റീസ് എന്ന് പറയുവാണെങ്കിൽ ഈക്വൽ ടുവിന് പകരം നമ്മൾ ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ പറഞ്ഞതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. Okay, we will now also discuss solve quadratic equation with a real and complex coefficient and establish the relationship between root and coefficients. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ നമുക്ക് എന്തെങ്കിലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുണ്ട്, അതുപോലെ തന്നെ ലീനിയർ ഇൻഇക്വാലിറ്റീസ് എന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതെന്നാണ് ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അത് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നിർബന്ധമായിട്ട് പറയേണ്ട കണ്ടീഷനാണ് ax² ടേമിൻ്റെ ഉള്ളിൽ കോയിഫിഷ്യൻറ്റ് x² കോയിഫിഷ്യൻ്റ് ഏതാണ്? എ എന്ന് പറയുന്ന ഒരിക്കലും എന്താവരുത്? 0 ആവരുത്. ax² എന്ന് പറയുന്നത് 0 ആയി പോകും a എന്ന് പറയുന്ന ടേം 0 ആണെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ ടേം എന്താവരുത്? a എന്ന് പറയുന്നത് 0 ആവരുത്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു എല്ലാ ഇക്വേഷൻസിനെയും അല്ലെങ്കിൽ എല്ലാ ഡെയിലി ലൈഫ് സിറ്റുവേഷനെയും നമുക്ക് ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഈക്വൽ ടു. അപ്പം അങ്ങനത്തെ കേസുകളിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ ഇൻഇക്വാലിറ്റീസ് വെച്ച് പഠിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞ അലോക് എന്ന് പറഞ്ഞ ആളിൽ പേന മേടിക്കാൻ വേണ്ടി പോയ കഥയും അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ ടേബിളിൻ്റെയും ഷെയറിൻ്റെയും കേസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൃത്യം എത്ര എമൗണ്ട് ആയി നമുക്ക് അറിയില്ല, പക്ഷെ നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള പൈസേനേക്കാളും കുറഞ്ഞ പൈസക്കുള്ള സാധനമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? മേടിക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്, ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ എല്ലാം കൂടി എത്ര ചിലവാക്കി കാണും? 50നേക്കാൾ കുറവ് അല്ലെങ്കിൽ കൃത്യം 50 രൂപയ്ക്കുള്ളതേ ഞാൻ മേടിക്കുള്ളൂ, അതിനേക്കാൾ കൂടുതൽ മേടിക്കില്ല. അപ്പം നമ്മൾ എന്ത് പറയും? ലെസ് ദാൻ 50 എന്ന രീതിയിൽ പറയും. അല്ലെങ്കിൽ ഇനിയിപ്പം ഗ്രേറ്റർ ദാൻ 50 എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വരുന്നതാണ് എന്ത്? ഇൻഇക്വാലിറ്റീസ്. അത് ഈക്വൽ ടു അല്ല, ഇൻഇക്വാലിറ്റീസ്. അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളതാണ്. റൂട്ട്സ് ഓഫ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് എന്തൊക്കെയാണ്? ഓക്കെ, ദ വാല്യൂ വിച്ച് വെൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ വേരിയബിൾ ഇൻ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ റൂട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഓഫ് എ ഇക്വേഷൻ. നമുക്കിപ്പോൾ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമ്മൾ ആ വാല്യൂവിന് ഒരു എക്സിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ അത് സാറ്റിസ്ഫൈ ചെയ്തു അല്ലെങ്കിൽ അത് അതിനൊരു സൊല്യൂഷൻ തരുവാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അതിൻ്റെ റൂട്ടാണെന്ന് പറയും. അതായത് ഇപ്പോൾ നമുക്ക് x² പ്ലസ് 5x ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ അവൻ്റെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂസിനെ നമ്മൾ എന്തെന്ന് പറയാം? അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ആൽഫ ബി വൺ ഓഫ് ദ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 where a not equal to 0, then a alpha square plus b alpha plus c equal to 0. In other words, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എക്സ് മൈനസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്നതിൻ്റെ ഒരു ഫാക്ടറാണ്. ഇൻ പർട്ടിക്കുലർ കൺസിഡർ എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² പ്ലസ് x മൈനസ് 6 ഈക്വൽ ടു 0. ഇഫ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് x ഈക്വൽ ടു
2. ഞാൻ എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x² പ്ലസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0 എന്നാണ് എൻ്റെ ഇക്വേഷൻ. അതിൻ്റെ ഉള്ളിൽ ഞാൻ എക്സിൻ്റെ എല്ലാ പൊസിഷനിലും 2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എന്താവും? 2² പ്ലസ് 2 മൈനസ് 6 ഈക്വൽ ടു 0. അതൊന്ന് സോൾവ് ചെയ്ത് നോക്കൂ. 2² എന്ന് പറഞ്ഞാൽ 4, 4 പ്ലസ് 2 എന്താണ്? 6, 6 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 0. അപ്പോൾ എൻ്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സം എടുക്കുമ്പോൾ എനിക്ക് 0 കിട്ടുന്നുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ സം എടുക്കുമ്പോൾ എനിക്ക് 0 കിട്ടുന്നുണ്ട്. ഇനി അതിന് പകരം എക്സിന് ഞാൻ 2 കൊടുത്തതിന് പകരം ഞാൻ എക്സിന് ഇപ്പോൾ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് വിചാരിക്കാം. -3 അപ്പോൾ എങ്ങനെ വരാം? -3 ദ ഹോൾ സ്ക്വയർ -3 മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ -3 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 9. 9 മൈനസ് 3 6, 6 മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ അവിടെ എക്സിന് -3 കൊടുത്താലും എന്ത് കിട്ടുന്നുണ്ട്? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ടു 0 ആവുന്നുണ്ട്. അഗെയിൻ പുട്ട് എക്സ് ഈക്വൽ ടു -1. ഇപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് കൊടുത്തത് എക്സിന് 2 എന്നുള്ള വാല്യൂ ആയിരുന്നു, പിന്നെ എക്സിന് ഞാൻ -3 കൊടുത്തു. ഇനി ഞാൻ എക്സിൻ്റെ പൊസിഷനിൽ -1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എക്സിൻ്റെ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1 ദി ഹോൾ സ്ക്വയർ പ്ലസ് -1 മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് വരും. അത് സോൾവ് ചെയ്ത് എനിക്ക് എന്താ വരാം? -1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ 0 ആയിപ്പോയി. പിന്നെ എനിക്ക് അവിടെ ഉള്ളത് -6 ആണ്. അപ്പോൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് -6 എന്നാണ് കിട്ടുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണോ? അല്ല. ഒരു സൈഡിൽ എന്താണ്? -6 നോട്ട് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ x ഈക്വൽ ടു 2 വരണം, അല്ലെങ്കിൽ x ഈക്വൽ ടു -3. ഈ രണ്ട് കേസുകൾ മാത്രമേ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ എന്ത് ചെയ്യുന്നുള്ളൂ? സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തന്നിരിക്കുന്നത് x ഈക്വൽ ടു 2 ആൻഡ് x ഈക്വൽ ടു -3 ആർ ദ 2 ഓൺലി റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് എനിക്ക് പറയാം. മനസ്സിലായോ? അതായത് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അതായത് x² പ്ലസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0. അതായിരുന്നു എനിക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ ഉള്ളിൽ ഞാൻ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കുമ്പോഴാണോ എനിക്ക് ആൻസർ ഈക്വൽ ടു 0 വരുന്നത്, ആ വാല്യൂസിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ x² പ്ലസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പോൾ ഞാൻ എക്സിൻ്റെ കുറേ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിനകത്ത് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ എക്സിൻ്റെ ഈ ഇക്വേഷൻ എനിക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നത്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടുന്നത്, അതിനെയാണ് ഞാൻ എന്ത് പറയുക? എനിക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇക്വേഷനിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 2² പ്ലസ് 2 മൈനസ് 6 ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 6, 6 മൈനസ് 6 ഈക്വൽ ടു 0. എൻ്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ടാമത് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? അവിടെ -3 കൊടുത്തു നോക്കി. അപ്പോൾ -3 ദി ഹോൾ സ്ക്വയർ പ്ലസ് -3 മൈനസ് 6 ഈക്വൽ ടു 0. അപ്പോൾ -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, -3 എന്ന് പറയുമ്പോൾ 6, 6 മൈനസ് 6 0. അപ്പോൾ എന്ത് പറയാം? എനിക്ക് തന്നിരിക്കുന്നതിൻ്റെ ഉള്ളിൽ 2 എന്ന് പറയുന്നതും -3 എന്ന് പറയുന്നതും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ്. ഇനി വേറെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ എന്താ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ഇതിന് എത്ര റൂട്ട്സ് ഉണ്ടെന്ന് പറയാം? 2 റൂട്ട്സ് ഉണ്ടെന്ന് പറയാം. ഏതൊക്കെയാണ്? x ഈക്വൽ ടു 2, x ഈക്വൽ ടു -3. അപ്പോൾ നമുക്ക് ഒരു റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുവാണെങ്കിൽ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അതിൻ്റെ ഉള്ളിൽ ഞാൻ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ എൻ്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുക, ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 0 ആണെങ്കിൽ എനിക്ക് 0 എന്ന് കിട്ടുന്നത്, ആ വാല്യൂസിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? എനിക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഒരു നോട്ട് പോലെ ഒരു കണ്ടീഷനാണ്. ഇഫ് ആൽഫ ബീറ്റ ബി ദ 2 റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 where a not equal to 0, then x minus alpha and x minus beta will be the factors of a. ക്ലിയർ ആണോ? a എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ളത്. അപ്പോൾ ദ ഗിവൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ടേം ഓഫ് ദീസ് 2 ഫാക്ടേഴ്സ് ആസ് x മൈനസ് ആൽഫ ഇൻടു x മൈനസ് ബീറ്റ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് 2 റൂട്ട് വാല്യൂസ് ആണുള്ളത്. റൂട്ട് വാല്യൂസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ആൽഫയും ബീറ്റയും. ആൽഫയും ബീറ്റയും നമ്മുടെ റൂട്ട് വാല്യൂസ് ആണെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് x മൈനസ് ആൽഫ അല്ലെങ്കിൽ x മൈനസ് ബീറ്റ എന്ന രീതിയിലായിരിക്കും. മനസ്സിലായോ? ഓക്കെ,
അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ ആകെ പറഞ്ഞത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് എന്ന് പറയുവാണെങ്കിൽ ax² + bx + c = 0 എന്ന് പറയുമ്പോൾ ഏത് വാല്യൂസ് എക്സിന് കൊടുക്കുമ്പോഴാണോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടുന്നത്, ആ എക്സിന് കൊടുത്ത വാല്യൂസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സോൾവിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ബൈ ഫാക്ടറൈസേഷൻ എന്നൊരു ചെറിയ സെക്ഷൻ ഉണ്ട്. അതായത് റീകോൾ ദാറ്റ് യു ഹാവ് ബീൻ ലേൺ ഹൗ ടു ഫാക്ടറൈസ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ഓഫ് ദ ഫോം p of x = ax² + bx + c where a not equal to 0 by splitting the middle term and taking the common factors. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. എന്താണ്, നമുക്കിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു, അത് ഫാക്ടോറിയൽ ഫോമിലാണെങ്കിൽ അതിനെങ്ങനെ സോൾവ് ചെയ്യണമെന്ന്. ഇപ്പോൾ ax² + bx + c = 0 എന്നാണ് തന്നത്. അതിൻ്റെ ഉള്ളിൽ എൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ മിഡിൽ ടേം ആയിട്ടുള്ള ബീനെ എന്ത് ചെയ്യും, നമ്മൾ പകുതി എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആഡും ചെയ്യും സബ്സ്ട്രാക്റ്റും ചെയ്യും. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് 10th. അപ്പോൾ സെയിം മെത്തേഡാണ് നമ്മൾ എന്തിനും ചെയ്യുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കേസിലും ചെയ്യുന്നത്. If x minus p by q and x minus r by s are the two factors of the quadratic equation, നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രണ്ട് ഫാക്ടറുകൾ എന്ന് പറയുന്നത് ഒന്ന് എക്സ് മൈനസ് പി ബൈ ക്യൂം, രണ്ടാമത്തത് എക്സ് മൈനസ് ആർ ബൈ എസും ആണെങ്കിൽ ax² + bx + c = 0, a not equal to 0. അപ്പോൾ എന്ത് വരും, ഫാക്ടേഴ്സ് എക്സ് മൈനസ് പി ബൈ ക്യൂ ഇൻറ്റു എക്സ് മൈനസ് ആർ ബൈ എസ് = 0 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എക്സ് = p by q എന്നും എക്സ് = r by s. അപ്പോൾ ദ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c = 0 എന്ന് പറയുന്നതിൻ്റെ റൂട്ടായിട്ട് വരുന്നത് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നതാണ് p by q ഉം r by s ഉം. ക്ലിയർ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c = 0 എന്ന് പറയുമ്പം അതിൻ്റെ ഫസ്റ്റത്തെ കോഎഫിഷ്യൻറ്റ്, അതായത് a എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവരുത്. പിന്നെ നമ്മൾ പറഞ്ഞു എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതിന് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് നേരത്തെ കിട്ടിയ 2ഉം -3 എന്നൊക്കെ പറഞ്ഞ എക്സാമ്പിൾ ചെയ്തത്. പിന്നെ ഇനി ഫാക്ടർ എന്ന് പറയുവാണെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ 2 ആണെന്ന് വിചാരിച്ചോ, അങ്ങനെ ഫാക്ടറായിട്ട് എഴുതുമ്പോൾ ഞാൻ എക്സ് -2 എന്ന് എഴുതും. മനസ്സിലായോ? ഇനി നേരത്തെ എനിക്ക് കിട്ടിയ ഒരു റൂട്ടാണ് -3 എന്നുള്ളത്, അതിന് ഫാക്ടറായിട്ട് എഴുതുമ്പോൾ ഞാൻ എക്സ് -3 എന്ന് വന്നു. അപ്പോൾ എക്സ് +3 = 0 എന്ന് പറയും. ക്ലിയർ? ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. റൂട്ട് എന്താണ്, ഫാക്ടർ എന്താണെന്നുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം. റൂട്ട് എന്ന് പറയുമ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുത്താലാണ് എൻ്റെ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുക. ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം അതിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. എക്സ് ഇപ്പം എൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞു 2ഉം എന്താണ് -3 ആണ് എനിക്ക് കിട്ടിയ റൂട്ട് എന്ന്. അതിനെ ഫാക്ടറായിട്ട് പറയുമ്പം എക്സ് മൈനസ് ആ ടേം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ക്ലിയർ? നമുക്കൊരു പ്രോബ്ലം നോക്കാം. അതായത് യൂസിങ് ദ ഫാക്ടറൈസേഷൻ മെത്തേഡ് സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 6x² + 5x - 6 = 0. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട് 6x² + 5x - 6 = 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം എനിക്ക് ഇവിടെ ഉള്ളത് 5x ആണ്. അപ്പം ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത് 9x - 4x എന്നുള്ള രീതിക്കാണ്. 9x - 4x എന്താ കിട്ടുക, 5x തന്നെയാണ്. 5x-നെയാണോ നമ്മുടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ദ ഗിവൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് 6x² + 5x - 6 = 0. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തു. 5x എന്നുള്ളതിനെ ഞാൻ 9x - 4x എന്നാക്കി ആ പൊസിഷനിൽ 5x അവിടെ കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ എനിക്ക് ഇനി ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ 3x × 2x + 3, അതായത് ടേം തന്നെ ഫസ്റ്റത്തെ ടേമില്ലേ 6x² + 9x എന്നുള്ളത്, അതിന് ഞാൻ ഇങ്ങനെ എഴുതിയത് എങ്ങനെ, 3x × 2x + 3 മൈനസ് ഇനി രണ്ടാമത്തെ ടേം 4x - 6 എന്നുള്ളതിനെ ഞാൻ -2 × 2x + 3 = 0 എന്ന് കൊടുത്തു. മനസ്സിലായോ? എനിക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 6x² + 9x - 4x - 6 = 0 എന്നാണ്. അതിൻ്റെ ഉള്ളിൽ 6x² + 9x ഞാൻ ഒന്നിച്ചെടുത്തു. അതിനെയാണ് ഞാൻ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് 3x × 2x + 3 എന്ന് എഴുതിയത്. ഓക്കെ, ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് 4x - 6 എന്നുള്ളത്. അതിനെ ഞാൻ എങ്ങനെ എഴുതി, 2 × 2x -
2 into 2x plus 3 എന്നും എഴുതി. എന്നിട്ട് ആ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് അത് വരുമ്പം 2x plus 3 into 3x minus 2 equal to 0 എന്ന് നമുക്ക് എഴുതാം. ഇനി അല്ലെങ്കിൽ therefore 2x plus 3 equal to 0, എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2x plus 3 equal to 0 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി 2x equal to 3 ഞാൻ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടപ്പോൾ -3 ആയി. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്താവും? -3/2 എന്ന് കിട്ടും. അതേപോലെ മറ്റേ ടേമിന് ഞാൻ എടുത്തു 3x minus 2 equal to 0. അപ്പോൾ 3x equal to -2 ഈക്വൽ ടുൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ വെറും 2 എന്നാകും. പിന്നെ 3x എന്നാണ്, എനിക്ക് എക്സ് മതി. അപ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് വരും? 2/3 എന്നായിരിക്കും. അപ്പോൾ എക്സിന് കൊടുക്കാൻ പറ്റുന്ന രണ്ട് വാല്യൂസ് എനിക്ക് ഇവിടെ കിട്ടിയത്, ഒന്ന് -3/2ഉം രണ്ടാമത്തെ എന്തായിരിക്കും? 2/3. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് എക്സിന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂസ്, അതായത് -3/2വിനെയും 2/3നെയും എനിക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് ആയിട്ട് ഏതൊക്കെ വരും? -3/2ഉം അതുപോലെ തന്നെ 2/3. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഫാക്ടോറിയൽസ് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നാണെങ്കിൽ നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത് bx ആണ്. ഈ bxൻ്റെ നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ ഇവിടെ 9x എന്നായിരുന്നു, അതിന് ഞാൻ ഇവിടെ എനിക്ക് 5x എന്നായിരുന്നു, അതിന് ഞാൻ എന്ത് ചെയ്തു? 9x മൈനസ് 4x എന്നുള്ള രീതിയിൽ കൊടുത്തു. എൻ്റെ സാധാ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്തിട്ട് എക്സിന് വരാവുന്ന വാല്യൂസ് കണ്ടുപിടിച്ചു. അപ്പോൾ എക്സിന് എനിക്ക് കിട്ടിയ വാല്യൂസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ എൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ അതിന് എനിക്ക് എന്ത് പറയാം? എക്സ് എന്ന് പറയുന്നത് -3/2 അല്ലെങ്കിൽ 2/3 എന്ന് പറയുന്ന എനിക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ അതിനെന്ത് പറയും? അതിൻ്റെ റൂട്ട്സ് ആണെന്ന് പറയും. ക്ലിയർ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 9.2 യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ് സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫാക്ടറൈസേഷൻ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 3√2x² പ്ലസ് 7x മൈനസ് 3√2 ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനുള്ളിൽ 3√2x² പ്ലസ് 7x മൈനസ് 3√2 ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ മിഡിൽ ടേം 7xനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇഷ്ടമുള്ള രീതിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത് 9x മൈനസ് 2x എന്നുള്ള രീതിയിലാണ്. 9x മൈനസ് 2x എന്താ കിട്ടുക? 7x ആയിരിക്കും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 3√2x² പ്ലസ് 9x മൈനസ് 2x മൈനസ് 3√2 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റത്തെ ടേംസ് 3√2x² പ്ലസ് 9xനെ ഒന്നിച്ചെടുക്കും. രണ്ടാമത്തെ ടേംസ് -2x മൈനസ് 3√2നെ ഒന്നിച്ചെടുക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിനൊന്ന് കോമൺ ഫാക്ടേഴ്സ് പുറത്തേക്ക് എടുക്കുമ്പം 3x ഇൻറ്റു √2x പ്ലസ് 3 എന്ന് ഫസ്റ്റത്തെ ടേമിന് കിട്ടി. രണ്ടാമത്തേന് -√2 ഇൻറ്റു √2x പ്ലസ് 3 ഈക്വൽ ടു 0 എന്നെഴുതി. ഇനി ഇതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ വച്ചേക്കുന്ന ടേംസിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അതായത് √2x പ്ലസ് 3 ഇൻറ്റു 3x മൈനസ് √2 ഈക്വൽ ടു 0 എന്നെഴുതി. ഇനി അതിനെ നേരത്തെ സോൾവ് ചെയ്ത പോലെ രണ്ട് ഇക്വേഷൻസിനെയും, രണ്ട് ബ്രാക്കറ്റ് ആണല്ലോ ഉള്ളത്, രണ്ട് ബ്രാക്കറ്റിനെയും സെപ്പറേറ്റ് സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ എനിക്ക് ഒരു വാല്യൂ എന്ന് പറയുന്നത് √2x പ്ലസ് 3 ഈക്വൽ ടു 0. അപ്പോൾ √2x ഈക്വൽ ടു എന്ത് പറയാം? -3, x ഈക്വൽ ടു -3/√2 ഫസ്റ്റത്തത്. രണ്ടാമത്തതിൻ്റെ ഉള്ളിൽ 3x മൈനസ് √2 ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ 3x ഈക്വൽ ടു √2 എന്ന് വരും. x ഈക്വൽ ടു √2/3 എന്ന് കിട്ടും. അപ്പോൾ എക്സിന് എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? ഒന്ന് -3/√2ഉം രണ്ടാമത്തത് √2/3 എന്നതുമാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടുകളെ കണ്ടുപിടിച്ചു. ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിക്കുമ്പം ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അതിനകത്ത് എൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവരുത്. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മിഡിൽ ടേം ആയിട്ടുള്ള bxനെ, അതായത് b എന്നുള്ള ടേമിനെ നമ്മൾ എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടാണ് സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സിന് കിട്ടുന്ന വാല്യൂസ് നമ്മൾ എന്തെന്ന് പറയും? തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ റൂട്ടാണെന്ന് പറയും. ഓക്കെ, ഇനി അങ്ങനെ നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ് സോൾവ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ a പ്ലസ് b ദി ഓൾ സ്ക്വയർ ഇൻറ്റു x² പ്ലസ് 6 ഇൻറ്റു a² മൈനസ് b² x പ്ലസ് 9 ഇൻറ്റു a മൈനസ് b ദ ഓൾ സ്ക്വയർ ഈക്വൽ ടു 0.
ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിന്റെ ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ഇതിന് നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഏതായിരിക്കും? മിഡിൽ ടേം എന്ന് പറയുകയാണെങ്കിൽ ബി എക്സ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഏതായിരിക്കും? ബി എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ബി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ കൂടെ വരുന്നത് ഏതാണ്? 6 × a² മൈനസ് ബി സ്ക്വയർ എക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ദ ഗിവൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് a + b the whole square × x² plus 6 × a² minus b² x plus 9 × a minus b the whole square equal to 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷനിലും മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്ത് എന്താ എനിക്ക് വരിക? മിഡിൽ ടേമിനെയാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നത്. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ a + b the whole square x² plus 3 × a² minus b² x plus 3 × a² minus b² x plus 9 × a minus b the whole square equal to 0. ഞാനൊക്കെ അവിടെ 6 × a² minus b² എന്നായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തു? 6ന്റെ പകുതി 3 ആക്കി. അപ്പോൾ 3 + 3 ചെയ്താൽ എന്താ? 6 തന്നെ കിട്ടുക. അതേപോലെ ഞാൻ അവിടെ 3 എന്നാക്കിയതേ ഉള്ളൂ. ഓക്കെ, 2 3 ആയിട്ട് എടുത്തു 6നെ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യും. ഫസ്റ്റത്തെ എ ഭാഗവും ഒരു 3നെ ഒന്നിച്ചെടുക്കും.